ഓക്കെ, അപ്പൊ പാഠം 2 നമ്മൾ പഠിക്കുന്നത്. വായിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. ദയ എന്ന പെൺകുട്ടി അല്ലെ, അതാണ് പാഠത്തിന്റെ പേര്. ദയ. ഇവിടെയും വരുന്നത് അതാണ്, സഹതാപം, അനുകമ്പ അല്ലെ. ഓക്കെ, അതാണ് ഏറ്റവും ജീവിതത്തിൽ നമുക്ക് കൈ മുതലായുള്ളത് എന്നാണ് ഇതിൽ പറയുന്നത് അല്ലെ. ഓക്കെ, ദയ എന്ന പെൺകുട്ടി. ആ കുട്ടിയുടെ ഹൃദയം പട്ടുപോലെ മൃദുലമാണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഹൃദയം പട്ടുപോലെ മൃദുലമാണ്, അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവം പൂ പോലെ നിർമ്മലമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എങ്ങനെയാണ് ഈ മിനുസവും സൗരഭ്യവും മനുഷ്യന് വരുന്നത്? ശരീര സൗന്ദര്യം കൊണ്ടല്ല, സ്വഭാവ ഗുണം കൊണ്ടേ ഒരാൾ മറ്റൊരാളുടെ സ്നേഹത്തിന് പാത്രമാവൂ. എല്ലാ ജീവജാലങ്ങളോടുമുള്ള ദയ, സഹാനുഭൂതി, കരുണ എന്നിവയാണ് മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണങ്ങൾ അല്ലെ. എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറയുന്നത്? നമുക്ക് ഇന്ന് ഉപകരിക്കേണ്ട കുറെ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ എന്താണ്? ആ കുട്ടിയുടെ ഹൃദയം പട്ടുപോലെ മൃദുലമാണ്. മൃദുലം എന്താണ്? സോഫ്റ്റ് ആയതാണെന്ന് അർത്ഥം അല്ലെ. പട്ടുപോലെ മൃദുലമാണ്. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലേ, അതാ പറയുന്നത്, ആ കുട്ടിയുടെ എങ്ങനെയാ ഹൃദയം നല്ലതാണെന്ന് പറഞ്ഞ, നല്ല സ്വഭാവമുള്ള കുട്ടികളെ നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ എങ്ങനെ പറയും? ഇയാളുടെ സ്വഭാവം, മുതിർന്ന ആളാണെങ്കിൽ എന്ത് പറയും? ഇയാളുടെ സ്വഭാവം പൂ പോലെ നിർമ്മലമാണ്, പരിശുദ്ധമാണ്. നിർമ്മലം, പരിശുദ്ധമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എങ്ങനെയാണ് ഈ മിനുസവും സൗരഭ്യവും മനുഷ്യന് വരുന്നത് അല്ലെ? ഒരു കുട്ടിയുടെ സ്വഭാവം നമ്മൾ നല്ലതാണെന്ന് പറയുന്നത് അത് എങ്ങനെയാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ശരീര സൗന്ദര്യം കൊണ്ടല്ല അല്ലെ. ഒരാൾക്ക് നല്ല സൗന്ദര്യം ഉണ്ട് എന്ന് കരുതി ആ കുട്ടി എങ്ങനെയാ, ആ കുട്ടിയുടെ മനസ്സ് അല്ലെങ്കിൽ നല്ല സ്വഭാവമാണെന്ന് പറയാൻ പറ്റില്ല അല്ലെ. സൗന്ദര്യമല്ല അതിന്റെ അളവുകോൽ. എങ്ങനെയായിരിക്കണം അവര്? അതാണ് പറഞ്ഞു വരുന്നത്. സൗന്ദര്യം കൊണ്ടല്ല, അതായത് ബാഹ്യമായ ശരീര സൗന്ദര്യം കൊണ്ടല്ല അങ്ങനെ പറയാറ്. എങ്ങനെയാ പറയാറ്? സ്വഭാവ ഗുണം കൊണ്ടേ ഒരാൾ മറ്റൊരാളുടെ സ്നേഹത്തിന് പാത്രമാവൂ. എല്ലാ ജീവജാലങ്ങളോടുമുള്ള ദയ, സഹാനുഭൂതി, കരുണ എന്നിവയാണ് മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണങ്ങൾ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ. മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണങ്ങൾ ഏതൊക്കെയാണ്? എല്ലാ ജീവജാലങ്ങളോടുമുള്ള ദയ, സഹാനുഭൂതി, കരുണ എന്നിവയാണ് മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണങ്ങൾ അല്ലെ. ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണങ്ങൾ എന്തായിരിക്കണം? എല്ലാ ജീവജാലങ്ങളോടുമുള്ള എന്ത്? ദയ, സഹാനുഭൂതി, കരുണ. ഇവയാണ് ഏറ്റവും വലിയ ഗുണം. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? മനുഷ്യനോട് മാത്രമല്ല അല്ലെ. അതാ പറഞ്ഞ എല്ലാ ജീവജാലങ്ങളോടും. മനുഷ്യനോട് മാത്രമല്ല അത് വേണ്ടത്, നമ്മുടെ കൂടെ ഉള്ളവരോട് മാത്രമല്ല. പിന്നെന്തൊക്കെ? പക്ഷി മൃഗാദികളോടും വൃക്ഷലതാദികളോടും വിഷമം അനുഭവിക്കുന്ന ഏത് ജീവിയോടും നമുക്ക് സഹാനുഭൂതി തോന്നണം അല്ലേ. എന്താ പറഞ്ഞത്? പക്ഷി മൃഗാദികളോടും വൃക്ഷലതാദികൾ, പക്ഷി മൃഗാദികൾ എന്ന് പറഞ്ഞാൽ പക്ഷികളോടും മൃഗങ്ങളോടും, പിന്നെയോ വൃക്ഷലതാദികൾ വൃക്ഷങ്ങളോടും, ലതകള് ആദിയായവ ലതാദികൾ, മനുഷ്യ മൃഗാദികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മൃഗങ്ങൾ ഇവയൊക്കെ ആദിയായവ തുടങ്ങിയവ എന്നർത്ഥത്തില്. ഓക്കെ, വിഷമം അനുഭവിക്കുന്ന ഏത് ജീവിയോടും നമുക്ക് സഹാനുഭൂതി തോന്നും. വിശപ്പ് കൊണ്ട് വലയുന്നവരെയും രോഗം കൊണ്ട് പിടയുന്നവരെയും ദുഃഖിക്കുന്നവരെയും ആശ്വസിപ്പിക്കുവാൻ തോന്നണം അല്ലെ. എന്തൊക്കെ വേണം? ഇതൊക്കെ ഉണ്ടെങ്കിലേ നല്ല മനുഷ്യനാവാൻ പറ്റൂ കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്താണ്? വൃക്ഷലതാദികളോടും വേണം, പക്ഷിമൃഗാദികളോടും വേണം, മനുഷ്യനോടും വേണം. അത് പറഞ്ഞു. അതിനുശേഷം എന്താ പറഞ്ഞത്? വിഷമം അനുഭവിക്കുന്ന ഏത് ജീവിയോടും നമുക്ക് സഹാനുഭൂതി തോന്നണം. പിന്നെന്താ പറഞ്ഞേ? വിശപ്പ് കൊണ്ട് വലയുന്നവരെയും രോഗം കൊണ്ട് പിടയുന്നവരെയും ദുഃഖിക്കുന്നവരെയും ആശ്വസിപ്പിക്കുവാൻ തോന്നണം അല്ലേ. നമ്മൾ ആരുടെയെങ്കിലും ദയനീയമായ അവസ്ഥ, അതായത് വിശപ്പ് കൊണ്ട് വലയുന്നവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം അല്ലെ. അതുപോലെ അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലെ, പൈസ ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടാവും. അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കണം അല്ലെ. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിലോ വലയുന്നവരെയും രോഗം കൊണ്ട് പിടയുന്നവരെയും ദുഃഖിക്കുന്നവരെയും ആശ്വസിപ്പിക്കാൻ തോന്നണം. ഇനി ക്യാഷ് ഇല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു ആശ്വാസ വാക്കെങ്കിലും നമുക്ക് പറയാനുള്ള ഒരു മനസ്സന്നദ്ധത നമുക്ക് ഉണ്ടാവണം അല്ലെ. പിന്നെന്താ പറഞ്ഞേ? ബുദ്ധദേവൻ ദയയുടെ അവതാരമായിരുന്നു. യേശുക്രിസ്തുവും
നബി തിരുമേനിയും കാരുണ്യമൂർത്തികളായിരുന്നു. അല്ലെ? യേശുക്രിസ്തുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ബുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പിന്നെ ആരാ പറഞ്ഞ നബി തിരുമേനി അല്ലെ? നബി തിരുമേനിയും കാരുണ്യമൂർത്തികളായിരുന്നു. അങ്ങനെയുള്ളവരാണ് അല്ലെ ഏറ്റവും മുകളിലേക്ക് എത്തുന്നത്. അപ്പോ നല്ല സ്വഭാവത്തിന് ഉടമയായിരിക്കണം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സഹജീവികളോടും പക്ഷലതാദികളോടും പക്ഷിമൃഗാദികളോടും ഒക്കെ നമുക്ക് കാരുണ്യം തോന്നണം. അതുപോലെ വിശപ്പ് കൊണ്ട് വലയുന്നവരെയും പട്ടിണി, അതായത് അസുഖം കൊണ്ട് വിഷമിക്കുന്നവരെയും നമ്മൾ ജസ്റ്റ് ആശ്വസിപ്പിക്കാനുള്ള ഒരു സന്നദ്ധത നമുക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ നല്ല മനുഷ്യന്മാർ അല്ലെ? അതാണ് പറഞ്ഞു വരുന്നത്. ശ്രീകൃഷ്ണൻ സദാ നമ്മെ രക്ഷകനായി അനുഗ്രഹിച്ചു. ഈശ്വരന് ഏറ്റവും ഇഷ്ടമായ കാര്യം ദുഃഖിതരെ സമാശ്വസിപ്പിക്കുക എന്നതാണ്. ഇതിലൂടെ മാത്രമേ മനുഷ്യർക്കും ഈശ്വര പ്രീതി നേടാൻ കഴിയൂ. സ്വാമി വിവേകാനന്ദൻ ഇതേപ്പറ്റി ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോ ഒരുപാട് പ്രധാനികളായ നമ്മുടെ മുകളിലേക്ക് നല്ല സ്വഭാവം കൊണ്ട് വന്നവരെ കുറെ ആളെയാണ് ഇവിടെ പറഞ്ഞത് അല്ലെ? അപ്പൊ ശ്രീകൃഷ്ണൻ, പിന്നെ ആരാ ഇതിലൂടെ മാത്രമേ, പിന്നെ ആരാ? സ്വാമി വിവേകാനന്ദൻ. നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ. അപ്പോ അടുത്ത പാരഗ്രാഫ്. അപ്പൊ ഒരു പാരഗ്രാഫില് ഇത്രയാണ് പറഞ്ഞത്. എങ്ങനെയാണ് നമുക്ക് നല്ല മനുഷ്യരാവാൻ പറ്റുക അല്ലെ? നല്ല സ്വഭാവത്തിന് ഉടമകളാവാൻ പറ്റുക. വെറും ബാഹ്യമായ ശരീര സൗന്ദര്യം കൊണ്ടല്ല, നമ്മുടെ മനസ്സിന്റെ നന്മ കൊണ്ടാണ്. അതായത് നമ്മുടെ സഹജീവികളോടും പട്ടിണി കൊണ്ട് പിടയുന്നവരെയും പിന്നെയോ രോഗം കൊണ്ട് വിഷമിക്കുന്നവരെയും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സന്നത നമുക്കുണ്ടാവണം. ഓക്കെ. അങ്ങനെയുള്ളവരാണ് നമ്മുടെ മുകളിലേക്ക് വന്ന പല കാരുണ്യമൂർത്തികളും. ഓക്കെ. ഇത്രയാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ഇടയ പെൺകുട്ടി ഉണ്ടായിരുന്നു. പശുക്കളെയും കന്നുകിടാങ്ങളെയും തെളിച്ച് സമീപത്തുള്ള വനങ്ങളിൽ കൊണ്ടുപോയി തീറ്റിക്കൊണ്ടുവരികയാണ് അവളുടെ ജോലി. പശുക്കൾ അവളെയും അവൾ പശുക്കളെയും സ്നേഹിച്ചു. അവളുടെ ചൂളം വിളി കേട്ടാൽ മതി അവ ഓടി വരും. പച്ചപ്പുല്ല് നിറഞ്ഞ വനങ്ങളിൽ പശുക്കൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ കാട്ടുപൂക്കൾ പറിച്ച് മാല കെട്ടുകയും പഴങ്ങൾ പറിക്കുകയും ചെയ്തു. തിരിച്ചു പോരും വഴി അവ ഗ്രാമക്ഷേത്രത്തിൽ കൊടുക്കും. അനാഥരായ വൃദ്ധരെയും രോഗികളെയും അവൾ ശുശ്രൂഷിച്ചു. ഈ ബാലികയുടെ സ്വഭാവ ഗുണം കണ്ട് നാട്ടുകാർ അവളെ എന്ത് വിളിച്ചു? ദയ എന്ന് വിളിച്ചു പോന്നു. പട്ടുപോലെയുള്ള സ്വഭാവവും പൂ പോലത്തെ ഹൃദയമുള്ള സുന്ദരിയുമായിരുന്നു ദയ അല്ലെ? ആ ദയയെ പറ്റിയാണ് നമ്മളിപ്പോ പഠിക്കുന്നത് അല്ലെ? എങ്ങനെ? നമ്മളിപ്പോ പറഞ്ഞ ഓരോ ഇതും സ്വഭാവ ഗുണങ്ങളും അവൾക്കുണ്ടായിരുന്നു അല്ലെ? ഓക്കെ. ഒരു മിനിറ്റ്, നിങ്ങളൊരു ഫോട്ടോ ഇട്ടിട്ടില്ല. രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ഇടയ പെൺകുട്ടി ഉണ്ടായിരുന്നു അല്ലെ? പശുക്കളെയും കന്നുകിടാങ്ങളെയും തെളിച്ച് സമീപത്തുള്ള വനങ്ങളിൽ കൊണ്ടുപോയി തീറ്റിക്കൊണ്ടുവരികയാണ് അവളുടെ ജോലി അല്ലെ? അവളുടെ ജോലിയും പറഞ്ഞു. പിന്നെ പശുക്കൾ അവളെയും അവൾ പശുക്കളെയും സ്നേഹിച്ചു. അവളുടെ ചൂളം വിളി കേട്ടാൽ മതി അവ ഓടി വരും. പച്ചപ്പുല്ല് ശരിയായോ? ഞാൻ ഇത്രയും സമയം മ്യൂട്ടായിരുന്നോ? ഓക്കെ. അപ്പൊ ആ ദയ എന്ന പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാ? അവര് പശുക്കളെ, അതായത് പശുക്കൾ എന്ന് പറയുമ്പോ മൃഗങ്ങളെ സ്നേഹിച്ച കുട്ടിയായിരുന്നു എന്നർത്ഥം അല്ലെ? അത് പറഞ്ഞു. പച്ചപ്പുല്ല് നിറഞ്ഞ വനങ്ങളിൽ പശുക്കൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ കാട്ടുപൂക്കൾ പറിച്ച് മാല കെട്ടുകയും പിന്നെന്താ പഴങ്ങൾ പറിക്കുകയും ചെയ്തു. തിരിച്ചു പോരും വഴി അവ എന്ത് ചെയ്യും? ഗ്രാമക്ഷേത്രത്തിൽ കൊടുക്കും. അനാഥരായ, ആർക്ക് വേണ്ടി? അവർക്ക് വേണ്ടി ആയിരുന്നില്ല കേട്ടോ ഒരു ചെയ്യുന്നത്. അനാഥരായ ആർക്ക്? വൃദ്ധരെയും രോഗികളെയും അവൾ ശുശ്രൂഷിച്ചു. പിന്നെയോ ഈ ബാലികയുടെ സ്വഭാവ ഗുണം കണ്ട് നാട്ടുകാർ അവളെ എന്ത് വിളിച്ചു? ദയ എന്ന് വിളിച്ചു പോലും. ഓക്കെ. പട്ടുപോലെയുള്ള സ്വഭാവവും പൂ പോലത്തെ ഹൃദയമുള്ള സുന്ദരിയുമായിരുന്നു അവൾ. അവളെ ബാഹ്യ സൗന്ദര്യത്തിലല്ല പറഞ്ഞത് അല്ലേ? സ്വഭാവ ഗുണം കൊണ്ട് അവൾ സുന്ദരിയായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് കാലികൾ അയവിറക്കിക്കൊണ്ടിരിക്കെ ദയ കാട്ടുചെമ്പകപ്പൂക്കൾ കൊണ്ട് മാല കെട്ടിക്കൊണ്ടിരുന്നു. കാറ്റിന് കുളിർമയും സുഗന്ധവും ഉണ്ടായിരുന്നു. അപ്പോൾ അകലെയുള്ള അരുവിക്കരയിൽ നിന്ന് മനോഹരമായ ഓടക്കുഴൽനാദം കേൾക്കയായി.
മനം മയങ്ങിയ ദയ ഓടിച്ചെന്നപ്പോൾ പാടിക്കൊണ്ടിരുന്ന സുന്ദരനായ ബാലൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സരസിൽ ചാടി മറിയുകയാണ് ഉണ്ടായത്. കൃഷ്ണ കൃഷ്ണ എന്ന് ഒരു വിളി മാത്രം ഉയർന്നു. അല്ലെ, കൃഷ്ണ ഓടക്കുഴയിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടായത് അല്ലെ. അപ്പോ പ്രത്യേകിച്ച് അതിലൊന്നും പറയാനില്ല, ഞങ്ങൾക്ക് അറിയുന്ന കാര്യം. ഒരു ദിവസം ഉച്ചയ്ക്ക് കാലുകൾ അയവിറക്കിക്കൊണ്ടിരിക്കെ ദയ കാട്ടു ചെമ്പകപ്പൂക്കൾ കൊണ്ട് മാല കെട്ടിക്കൊണ്ടിരുന്നു. കാറ്റിന് കുളിർമയും സുഗന്ധവും ഉണ്ടായിരുന്നു. അപ്പോൾ അകലെയുള്ള അരുവിക്കരയിൽ നിന്ന് മനോഹരമായ ഓടക്കുഴൽ കേൾക്കുകയായി. അതാരായിരുന്നു? ശ്രീകൃഷ്ണനായിരുന്നു എന്നാ പറഞ്ഞു. അപ്പൊ കൃഷ്ണ കൃഷ്ണ എന്ന ഒരു വിളി മാത്രം ഉയർന്നു. നെക്സ്റ്റിൽ എന്താ പറഞ്ഞേ? അന്ന് രാത്രി വീട്ടിൽ ചെന്നപ്പോൾ ദയ അമ്മയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ആരാണമ്മേ ഈ കൃഷ്ണൻ? അപ്പൊ കൃഷ്ണനാണെന്ന് തോന്നി അല്ലെ. ആരാണമ്മേ ഈ കൃഷ്ണൻ ചോദിച്ചു. അവന്റെ പാട്ടുകൊണ്ട് കാടൊക്കെ നിറഞ്ഞിരിക്കുന്നു, അവന്റെ രൂപം മാത്രം കാണാനില്ല. അപ്പൊ പാട്ട് മാത്രമേ കേൾക്കുന്നു, രൂപം കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അമ്മ പറഞ്ഞു, അത് കൃഷ്ണനാണ് മകളെ, അവനാണ് നമ്മുടെ ദൈവം. ദുഃഖിക്കുന്നവരെയും വേദനിക്കുന്നവരെയും അവൻ സ്നേഹിക്കുന്നു. ദുഃഖിക്കുന്നവരെയും വേദനിക്കുന്നവരെയും അവൻ സ്നേഹിക്കുന്നു അല്ലെ. അങ്ങനെയാണ് പറഞ്ഞത്. അവൻ എന്താ ചെയ്യാ? ദുഃഖമുള്ളവർക്കും സങ്കടമുള്ളവർക്കൊക്കെ ആണ് അവൻ ഹെൽപ്പ് കൊടുക്കുന്നത് അല്ലെ. നല്ല ആളുകൾക്ക് മാത്രമേ കൃഷ്ണനെ കാണാൻ കഴിയൂ, നീ നല്ലവളായിരിക്കൂ പറഞ്ഞു അല്ലെ. ദൈവത്തിനെ കാണാൻ പറ്റില്ലേ? നമ്മളെ സങ്കല്പത്തിലുള്ള കൃഷ്ണൻ അല്ലെ. ഓരോരാൾക്കും ഓരോ ദൈവങ്ങളുണ്ട്. അപ്പോ എന്താണ് നമ്മുടെ പൊതുവായ വിശ്വാസം? ദൈവമുണ്ട് അല്ലേ? ഇല്ലേ? വിശ്വാസമാണ് നമുക്ക് ദൈവമുണ്ട്. നമ്മൾ ആരെങ്കിലും ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം? നമ്മള് ദൈവത്തെ നേരിട്ട് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം അല്ലെ. നമുക്ക് ഏത് സമയത്തും ഒരു അപകടത്തിൽ നമ്മുടെ രക്ഷക്കെത്തുന്ന ഒരാളുണ്ട്, ഒരു അദൃശ്യ ശക്തി അല്ലെ. അവൻ വലിയവനാണ്. നമ്മളെല്ലാവരും ഓരോ പേരുകളില് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെ. ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള്, മുസ്ലിങ്ങളൊക്കെ ഓരോ പേരില് ഒരു ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ട്. ഒരു അദൃശ്യമായ വലിയ ശക്തി അല്ലെ. അതായത് നമ്മൾ ഇപ്പൊ ഒന്ന് വീഴാൻ കഴിച്ചാൽ ചിലപ്പോ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ വീഴൂല അടുത്ത നിമിഷം അല്ലെ. അതാണ് ദൈവത്തിന്റെ ശക്തി. അപ്പൊ നമ്മൾ തൂണിലും തുരുമ്പിലും എന്താണ് മുമ്പിലും പുറകിലും ഒക്കെ നമ്മളെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ആ ദൈവം എന്ത് ചെയ്യണം? എല്ലാം കാണുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും വേറെ ആരും കാണില്ലേ, മുകളിൽ ഒരാളുണ്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ. അതാണ് ആ ദൈവം അല്ലെ. ആ ദൈവത്തിന് നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ദൃശ്യശക്തിയെ നമ്മൾ നന്മ ചെയ്യണം അല്ലെ. അതാണ് അമ്മ പറഞ്ഞത്. നമ്മള് നല്ലവളായിരിക്കും, നല്ല ആളായി മാത്രമേ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റൂ. അതിൽ പിന്നെ ദയ പാവപ്പെട്ടവരെയും പട്ടിണിക്കാരെയും കൂടുതൽ ശുശ്രൂഷിക്കാൻ തുടങ്ങി അല്ലെ. എന്നാ ഒന്ന് ദൈവത്തിനെ കണ്ടേ ഉള്ളൂ വിചാരിച്ച് അവളെന്ത് ചെയ്തു? നല്ല കുട്ടിയായി വളരാൻ തുടങ്ങി. അപ്പൊ പാവപ്പെട്ടവരെയും പട്ടിണിക്കാരെയും കൂടുതൽ ശുശ്രൂഷിക്കാൻ തുടങ്ങി. കുറച്ചു നാൾ കഴിഞ്ഞ് അവൾ വളർന്നു വലുതായി, കാട്ടിൽ പോകാൻ വയ്യാതെയുമായി അല്ലെ. എന്നാലും എപ്പോഴും കൃഷ്ണനെ ഓർത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അമ്മ വീട്ടിലില്ലാതിരുന്ന സമയത്ത് പടുകിഴവിയായ ഒരു രോഗിണി വീട്ടിൽ വന്നു. കുഞ്ഞെ വല്ലതും തരൂ എന്ന് യാചിക്കുക, അപേക്ഷിക്കുക. ദയ ചൂടുവെള്ളം കുഴമ്പ് പുരട്ടി അവരെ കുളിപ്പിച്ചു, ഭക്ഷണം കൊടുത്തു, അമ്മയുടെ ഒരു മുണ്ടിരുന്നതും കൊടുത്തു അല്ലെ. കുളിച്ചിട്ട് നല്ല ഡ്രസ്സ് ധരിക്കണ്ടേ, അതിന് അമ്മയുടെ ഒരു മുണ്ടുണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തു. പിന്നെന്ത് ചെയ്തു? എന്നിട്ട് പറഞ്ഞു, ഇതേ എനിക്ക് തരാനുള്ളൂ അമ്മൂമ്മേ, ഞങ്ങൾ ദരിദ്രരാണ്, നാണയങ്ങളൊന്നും ഇരിപ്പില്ല, ക്ഷമിക്കണം അല്ലെ. നമ്മളെ വീട്ടിൽ ഇപ്പൊ ചിലപ്പോ കുറെ പേര് കുറച്ച് പൈസ ഒക്കെ ഇങ്ങനെ മേടിക്കാൻ ഇങ്ങനെ വരാറുണ്ട് അല്ലെ. റോഡ് വന്ന് ഇങ്ങനെ ചെറിയ കുറച്ച് പൈസ ഒക്കെ. അപ്പൊ നമ്മൾ അവരെല്ലാം ചിലപ്പോ ദൈവമായിരിക്കും കേട്ടോ. അവർക്കെല്ലാം എന്തെങ്കിലും കൊടുക്കണം. നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കണം. നേരാണ്. ദാഹിച്ച് വിശന്ന് വരുന്നവരായിരിക്കാം. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാല് എന്താണ്? വലിയ സന്തോഷമായിരിക്കും അവർക്ക് അല്ലെ. അപ്പൊ ദയ ഇത്രേ ചെയ്തുള്ളൂ. അങ്ങനെ വന്ന ഒരാൾക്ക് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു, നല്ല ഡ്രസ്സൊക്കെ കൊടുത്തു, ഭക്ഷണവും കൊടുത്തു അല്ലെ. അമ്മൂമ്മേ നമുക്ക് ഇതേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ, നമ്മൾ ദരിദ്രരാണെന്ന് പറഞ്ഞു അല്ലെ. നാണയങ്ങളൊന്നും ഇരിപ്പില്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തത്. പെട്ടെന്ന് വൃദ്ധ നിന്നിരുന്ന സ്ഥാനത്ത് മയിൽപ്പീലി ചൂടി വനമാലയും മഞ്ഞ വസ്ത്രവും അണിഞ്ഞ മനോഹരനായ ശ്രീകൃഷ്ണ ഭഗവാനെ കാണായി അല്ലേ. അവിടെ അവള് വിശ്വസിക്കുന്ന ദൈവത്തെ. അപ്പൊ ഇപ്പൊ നിങ്ങളാ വിശ്വസിക്കുന്നത്, നിങ്ങൾ ആരെ കാണും? ചിലപ്പോ ഇജാസാനങ്ങാരെ നബി തിരുമേനിനെ കാണും അല്ലേ. ശ്രേയാണെങ്കിൽ എന്ത് ചെയ്യും? യേശു ക്രിസ്തുവിനെ ആയിരിക്കും. ഓക്കെ.
അപ്പൊ അതുപോലെ ദയ ആരെയാ കണ്ടത്? ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു. അപ്പൊ ആ ഒരു അമ്മൂമ്മയുടെ വേഷത്തിൽ വന്ന ആളാരാ? അവളുടെ നല്ല മനസ്സ് കണ്ട് ദയ തോന്നിയ ദൈവമായിരുന്നു അല്ലേ? പെട്ടെന്ന് വൃദ്ധം നിന്നിരുന്ന സ്ഥാനത്ത് മയിൽപ്പീലി ചൂടി വനമാലയും മഞ്ഞ വസ്ത്രവും അണിഞ്ഞ മനോഹരനായ ശ്രീകൃഷ്ണ ഭഗവാനെ കാണായി. ദേവൻ പറഞ്ഞു, മതി ദയേ മതി, ഇത്രയും കൊണ്ട് ഞാൻ തൃപ്തനായിരിക്കുന്നു. ദരിദ്ര ജനങ്ങളുടെ വായിലൊഴിക്കുന്ന കഞ്ഞിയാണ് പായസം നിവേദിക്കുന്നതിലും എനിക്കിഷ്ടം. അപ്പൊ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ കഞ്ഞി ആയാലും നമ്മൾ കൊടുത്താൽ മതി അല്ലെ? അത് വലിയ പായസം നിവേദിക്കുന്നതിലും മഹത്വം ഉണ്ടതിന് പറഞ്ഞു അല്ലെ? അവരെ ഉടുപ്പിക്കുന്നതാണ് എന്റെ ഉടയാട. അവരെ ശുശ്രൂഷിച്ചാൽ ഞാൻ പ്രസന്നനാവും. ഈശ്വരനെ ഭൂമിയിൽ തന്നെ കാണാനും പൂജിക്കാനും ശ്രമിക്കൂ. ഞാൻ എപ്പോഴും നിന്നോട് കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നല്ല കുട്ടി ആയിരുന്ന ഞാൻ നിന്നോട് എപ്പം കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ കഥയിൽ നിന്ന് നാം എന്താണ് ഗ്രഹിക്കുന്നത്? അന്യരെ സ്നേഹിക്കുകയും സേവിക്കുകയും കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പുകയും ചെയ്യുക എന്നതാണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടമായ കാര്യം. എന്താണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടമായ കാര്യം? എന്താണ്? അന്യരെ സ്നേഹിക്കുകയും സേവിക്കുകയും അണ്ടർലൈൻ ചെയ്ത വാക്കുകളല്ലേ? സേവിക്കുകയും കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പുകയും ചെയ്യുക എന്നതാണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടമായ കാര്യം. പായസം നിവേദിക്കുന്നത് കൊണ്ട് മാത്രം ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല അല്ലേ? ഇതാണ്. നിങ്ങൾക്ക് എന്താ ഇതിൽ നിന്ന് മനസ്സിലായത്? ഈ ഒരു കഥ വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എന്തെങ്കിലും മനസ്സിലായോ? മറ്റുള്ളവരെ സഹായിക്കണം. ഓക്കെ, ഷോണിന് കണ്ടോ? മനസ്സിലായി. മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും നമുക്ക് തന്നാലാവുന്ന വിധം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണം എന്നതാണ് അല്ലേ നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് മനസ്സിലായ കാര്യം. ഓക്കെ, അതാണ് ഈ പാഠഭാഗം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ലളിതാംബിക അന്തർജനത്തിന്റെയാണ് ഈ പാഠഭാഗം. അപ്പൊ ലളിതാംബിക അന്തർജനത്തിനെ പറ്റി മിസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ആർക്കും ഓർമ്മയുണ്ടോ? ലളിതാംബിക അന്തർജനം ആരായിരുന്നു, എപ്പോഴാണ് ജനിച്ചത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെമിനിസ്റ്റ് ആയിരുന്നു അല്ലേ? ഷോൺ ഉണ്ടായിരുന്നില്ല അല്ലേ ക്ലാസ്സില്? ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പേര് ഉണ്ടായിരുന്നില്ല ഇതില്. അപ്പൊ ലളിതാംബിക അന്തർജനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. 1909 മാർച്ച് 30-നാണ് ലളിതാംബിക അന്തർജനം ജനിച്ചത് അല്ലേ? മരിച്ചതോ 1887 ഫെബ്രുവരി 6-ന്. അഗ്നിസാക്ഷി എന്ന ഒരൊറ്റ നോവൽ കൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരിയാണ് ലളിതാംബിക അല്ലേ? പിന്നെയോ നിരവധി ഭാഷകൾ, അതായത് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകൾ, സാൻസ്ക്രിറ്റ് എന്നീ ഭാഷകളിലൊക്കെ പ്രാവീണ്യം നേടിയിട്ടുണ്ട് അല്ലേ? പിന്നെയോ ആത്മകഥകാരും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല അല്ലേ? പിന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് എഴുതിയിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയൊക്കെ ചെയ്ത ആളാണ് ലളിതാംബിക അന്തർജനം. ഓക്കെ, അപ്പൊ അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇതൊക്കെ ലഭിച്ചിട്ടുണ്ട്. അഗ്നിസാക്ഷി എന്ന സിനിമ, ഒരു സിനിമയുണ്ട് ആ നോവലിന്റെ ഇത് അല്ലേ? സിനിമ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരു സിനിമയുണ്ട് അഗ്നിസാക്ഷി, പഴയ സിനിമയാണ്. ഓക്കെ, അപ്പൊ ലളിതാംബിക അന്തർജനത്തിനെ പറ്റി ഫെമിനിസ്റ്റ് ആണ് അവര്. ഓക്കെ, അപ്പൊ നമ്മുടെ പാഠം 2 ദയ എന്ന പെൺകുട്ടി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. സിമ്പിൾ ആണ് നിങ്ങളെ സംബന്ധിച്ച്, 8ാം ക്ലാസ്സിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോ ഒന്ന് വായിക്കുന്ന ഭാഗം വേഗം വായിക്കുന്നവരുണ്ടോ? ഓക്കെ, ആരാണ് ഫസ്റ്റ് വായിക്കുന്നേ? ഇന്ന് ശ്രേയ കൊടുക്കാം അല്ലെ? ശ്രേയനെ കാണാറേയില്ല. ആൻമരിയ, ഞാനല്ലേ മിസ് എപ്പോഴും ഉണ്ടാവാറ്. ആൻമരിയ, ഷോണും തോന്നിയിട്ടുണ്ടാവും അല്ലേ ഷോനെ? വായിക്കട്ടെ. ദയ എന്ന പെൺകുട്ടി. ആ കുട്ടിയുടെ ഹൃദയം പട്ടുപോലെ മൃദുലമാണ്, അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവം പൂ പോലെ നിർമ്മലമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എങ്ങനെയാണ് ഈ മിനുസവും സൗരഭ്യവും മനുഷ്യന് വരുന്നത്? ശരീര സൗന്ദര്യം കൊണ്ടല്ല, സ്വഭാവ ഗുണം കൊണ്ടേ ഒരാൾ മറ്റൊരാളുടെ സ്നേഹത്തിന് പാത്രമാവൂ. എല്ലാ ജീവജാലങ്ങളോടുമുള്ള ദയ, സഹാനുഭൂതി, കരുണ എന്നിവയാണ് മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണങ്ങൾ. മനുഷ്യനോട് മാത്രമല്ല,
പക്ഷിമൃഗാദികളോടും വൃക്ഷലതാദികളോടും വിഷമം അനുഭവിക്കുന്ന ഏത് ജീവിയോടും നമുക്ക് സഹാനുഭൂതി തോന്നണം. വിശപ്പ് കൊണ്ട് വലയുന്നവരെയും രോഗം കൊണ്ട് പിടയുന്നവരെയും ദുഃഖിക്കുന്നവരെയും ആശ്വസിപ്പിക്കുവാൻ തോന്നണം. ബുദ്ധദേവൻ ദയയുടെ അവതാരമായിരുന്നു. യേശുക്രിസ്തുവും നബി തിരുമേനിയും കാരുണ്യമൂർത്തികളായിരുന്നു. ശ്രീകൃഷ്ണൻ സദാ ദീനരക്ഷകനായി നമ്മെ അനുഗ്രഹിച്ചു. ഈശ്വരന് ഏറ്റവും ഇഷ്ടമായ കാര്യം ദുഃഖിക്കുന്നവരെ സമാശ്വസിപ്പിക്കുക എന്നതാണ്. ഇതിലൂടെ മാത്രമേ മനുഷ്യർക്കും ഈശ്വര പ്രീതി നേടാൻ കഴിയൂ. സ്വാമി വിവേകാനന്ദൻ ഇതിനെപ്പറ്റി ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ഇടയ പെൺകുട്ടി ഉണ്ടായിരുന്നു. പശുക്കളെയും കന്നുകിടാങ്ങളെയും തെളിച്ച് സമീപത്തുള്ള വനങ്ങളിൽ കൊണ്ടുപോയി തീറ്റി കൊണ്ടുവരികയായിരുന്നു അവളുടെ ജോലി. പശുക്കൾ അവളെയും അവൾ പശുക്കളെയും സ്നേഹിച്ചു. അവളുടെ ചൂളം വിളി കേട്ടാൽ മതി, അവ ഓടി വരും. പച്ചപ്പുല്ല് നിറഞ്ഞ വനങ്ങളിൽ പശുക്കൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ കാട്ടുപൂക്കൾ പറിച്ച് മാല കെട്ടുകയും പഴങ്ങൾ പറിക്കുകയും ചെയ്തു. തിരിച്ചു പോരും വഴി അവ ഗ്രാമക്ഷേത്രത്തിൽ കൊടുക്കുകയും അനാഥരായ വൃദ്ധരെയും രോഗികളെയും അവൾ ശുശ്രൂഷിച്ചു. ഈ ബാലികയുടെ സ്വഭാവ ഗുണം കൊണ്ട് നാട്ടുകാർ അവളെ ദയ എന്ന് വിളിച്ചു പോന്നു. പട്ടുപോലെയുള്ള സ്വഭാവവും പൂ പോലത്തെ ഹൃദയവുമുള്ള സുന്ദരിയായിരുന്നു ദയ. ഒരു ദിവസം ഉച്ചയ്ക്ക് കാലികൾ അയവിറക്കിക്കൊണ്ടിരിക്കെ ദയ കാട്ടുചെമ്പക പൂക്കൾ കൊണ്ട് മാല കെട്ടുകയായിരുന്നു. കാറ്റിന് കുളിർമയും സുഗന്ധവും ഉണ്ടായിരുന്നു. അപ്പോൾ അകലെയുള്ള അരുവിക്കരയിൽ നിന്ന് മനോഹരമായ ഓടക്കുഴൽ നാദം കേൾക്കുകയായി. മനം മയങ്ങിയ ദയ ഓടിച്ചെന്നപ്പോൾ പാടിക്കൊണ്ടിരുന്ന സുന്ദരനായ ബാലൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സരസിൽ ചാടിമറിയുകയാണുണ്ടായത്. കൃഷ്ണ കൃഷ്ണ എന്ന് ഒരു വിളി മാത്രം ഉയർന്നു. അന്ന് രാത്രി വീട്ടിൽ ചെന്നപ്പോൾ ദയ അമ്മയോട് ചോദിച്ചു, ആരാണമ്മേ ഈ കൃഷ്ണൻ? അവന്റെ പാട്ടുകൊണ്ട് കാടൊക്കെ നിറഞ്ഞിരിക്കുന്നു, അവന്റെ രൂപം മാത്രം കാണാനുമില്ല. അമ്മ പറഞ്ഞു, അത് കൃഷ്ണനാണ് മകളെ. അവനാണ് നമ്മുടെ ദൈവം. ദുഃഖിക്കുന്നവരെയും വേദനിക്കുന്നവരെയും അവൻ സ്നേഹിക്കുന്നു. നല്ല ആളുകൾക്ക് മാത്രമേ കൃഷ്ണനെ കാണാൻ കഴിയൂ. നീ നല്ലവളായിരിക്കൂ. അതിൽ പിന്നെ ദയ പാവപ്പെട്ടവരെയും പട്ടിണിക്കാരെയും കൂടുതൽ ശുശ്രൂഷിക്കാൻ തുടങ്ങി. കുറച്ചു നാൾ കഴിഞ്ഞ് അവൾ വളർന്നു വലുതായി. കാട്ടിൽ പോകാൻ വയ്യാതെയുമായി. എന്നാലും എപ്പോഴും കൃഷ്ണനെ ഓർത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അമ്മ വീട്ടിലില്ലാതിരുന്ന സമയത്ത് പടുകിഴവിയായ ഒരു രോഗിണി വീട്ടിൽ വന്നു. കുഞ്ഞെ, വല്ലതും തരൂ എന്ന് യാചിച്ചു. ദയ ചൂടുവെള്ളം വെച്ച് കുഴമ്പ് പുരട്ടി അവരെ കുളിപ്പിച്ചു. ഭക്ഷണം കൊടുത്തു. അമ്മയുടെ ഒരു മുണ്ടിരുന്നതും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതേ എനിക്ക് തരാനുള്ളൂ അമ്മൂമ്മേ. ഞങ്ങൾ ദരിദ്രരാണ്. നാണയങ്ങളൊന്നും ഇരിപ്പില്ല, ക്ഷമിക്കണം. പെട്ടെന്ന് വൃദ്ധ നിന്നിരുന്ന സ്ഥാനത്ത് മയിൽപ്പീലി ചൂടി വനമാലയും മഞ്ഞ വസ്ത്രവും അണിഞ്ഞ മനോഹരമായ ശ്രീകൃഷ്ണ ഭഗവാനെ കാണായി. ദേവൻ പറഞ്ഞു, മതി ദേയേ മതി, ഇത്രയും കൊണ്ട് ഞാൻ തൃപ്തനായിരിക്കുന്നു. ദരിദ്രജനങ്ങളുടെ വായിൽ ഒഴിക്കുന്ന കഞ്ഞിയാണ് പായസം നിവേദിക്കുന്നതിലും എനിക്കിഷ്ടം. അവരെ ഉടുപ്പിക്കുന്നതാണ് എൻ്റെ ഉടയാട. അവരെ ശുശ്രൂഷിച്ചാൽ ഞാൻ പ്രസന്നനാവും. ഈശ്വരനെ ഭൂമിയിൽ തന്നെ കാണാനും പൂജിക്കാനും ശ്രമിക്കൂ. ഞാൻ എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടാവും. ഈ കഥയിൽ നിന്ന് നാം എന്താണ് ഗ്രഹിക്കുന്നത്? അന്യരെ സ്നേഹിക്കുകയും സേവിക്കുകയും കഷ്ടപ്പെടുന്നവരുടെ കണ്ണുനീരൊപ്പുകയും ചെയ്യുക എന്നതാണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടമായ കാര്യം. പായസം നിവേദിക്കുന്നത് കൊണ്ട് മാത്രം ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഓക്കേ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഇജാസിന്റെ കയ്യിലുണ്ടോ ടെക്സ്റ്റ്? മൊബൈലിൽ നിന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, ആൻമേരിയ നേരത്തെ പറഞ്ഞോ ആൻമേരിയ. പാഠം 2. ദയ എന്ന പെൺകുട്ടി. ആ കുട്ടിയുടെ ഹൃദയം പട്ടുപോലെ മൃദുലമാണ്, അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവം പൂ പോലെ നിർമ്മലമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എങ്ങനെയാണ് ഈ മിനുസവും സൗരഭ്യവും മനുഷ്യന് വരുന്നത്? ശരീര സൗന്ദര്യം കൊണ്ടല്ല, സ്വഭാവം ഗുണം കൊണ്ട് ഒരാൾ മറ്റൊരാളുടെ സ്നേഹത്തിന് പാത്രമാവും. എല്ലാ ജീവജാലങ്ങളോടുമുള്ള ദയ, സഹാനുഭൂതി, കരുണ എന്നിവയാണ് മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണങ്ങൾ. മനുഷ്യനോട് മാത്രമല്ല, പക്ഷി മൃഗാദികളോടും വൃക്ഷലതാദികളോടും
വിഷമം അനുഭവിക്കുന്ന ഏത് ജീവിയോടും നമുക്ക് സഹാനുഭൂതി തോന്നണം. വിശപ്പ് കൊണ്ട് വലയുന്നവരെയും രോഗം കൊണ്ട് പിടയുന്നവരെയും ദുഃഖിക്കുന്നവരെയും ആശ്വസിപ്പിക്കുവാൻ തോന്നണം. ബുദ്ധദേവൻ ദയയുടെ അവതാരമായിരുന്നു. യേശുക്രിസ്തുവും നബി തിരുമേനിയും കാരുണ്യമൂർത്തികളായിരുന്നു. ശ്രീകൃഷ്ണൻ സദാ ദീനരക്ഷകനായി നമ്മെ അനുഗ്രഹിച്ചു. ഈശ്വരന് ഏറ്റവും ഇഷ്ടമായ കാര്യം ദുഃഖിതരെ സമാശ്വസിപ്പിക്കുക എന്നതാണ്. ഇതിലൂടെ മാത്രമേ മനുഷ്യർക്ക് ഈശ്വര പ്രീതി നേടാൻ കഴിയൂ. സ്വാമി വിവേകാനന്ദൻ ഇതേപ്പറ്റി ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ഇടയ പെൺകുട്ടി ഉണ്ടായിരുന്നു. പശുക്കളെയും കന്നുകിടാക്കളെയും ചലിച്ച് സമീപത്തുള്ള വനങ്ങളിൽ കൊണ്ടുപോയി തീറ്റി കൊണ്ടുവരികയായിരുന്നു അവളുടെ ജോലി. അവൾ പശുക്കളെയും സ്നേഹിച്ചു. അവളുടെ ചൂളം വിളി കേട്ടാൽ മതി, അവ ഓടി വരും. പച്ചപ്പുല്ല് നിറഞ്ഞ വനങ്ങളിൽ പശുക്കൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ പൂക്കൾ പറിച്ച് മാല കെട്ടുകയും പഴങ്ങൾ പറിക്കുകയും ചെയ്തു. തിരിച്ചു പോരും വഴി അവ ഗ്രാമക്ഷേത്രത്തിൽ കൊടുക്കും. അനാഥരായ വൃദ്ധരെയും രോഗികളെയും അവൾ ശുശ്രൂഷിച്ചു. ഈ ബാലികയുടെ സ്വഭാവ ഗുണം കണ്ട് നാട്ടുകാർ അവളെ ദയ എന്ന് വിളിച്ചു പോന്നു. പട്ടുപോലെയുള്ള സ്വഭാവവും പൂ പോലത്തെ ഹൃദയവുമുള്ള സുന്ദരിയായിരുന്നു ദയ. ഒരു ദിവസം ഉച്ചയ്ക്ക് കാരികൾ അയവിറക്കിക്കൊണ്ടിരിക്കെ ദയ കാട്ടുചെമ്പക പൂക്കൾ കൊണ്ട് മാല കെട്ടിക്കൊണ്ടിരുന്നു. കാറ്റിന് കുളിർമയും സുഗന്ധവും ഉണ്ടായിരുന്നു. അപ്പോൾ അകലെയുള്ള അരുവിക്കരയിൽ നിന്ന് മനോഹരമായ ഓടക്കുഴൽ നാദം കേൾക്കുകയായി. മനമയങ്ങിയ ദയ ഓടിച്ചെന്നപ്പോൾ പാടിക്കൊണ്ടിരുന്ന സുന്ദരനായ ബാലൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സരസിൽ ചാടി മറിയുകയാണ് ഉണ്ടായത്. കൃഷ്ണ കൃഷ്ണ എന്ന ഒരു വിളി മാത്രം ഉയർന്നു. അന്ന് രാത്രി വീട്ടിൽ ചെന്നപ്പോൾ ദയ അമ്മയോട് ചോദിച്ചു, ആരാണമ്മേ ഈ കൃഷ്ണൻ? അവന്റെ പാട്ട് കൊണ്ട് കാടാകെ നിറഞ്ഞിരിക്കുന്നു. അവന്റെ രൂപം മാത്രം കാണാനുമില്ല. അമ്മ പറഞ്ഞു, അത് കൃഷ്ണനാണ് മകളെ. അവനാണ് നമ്മുടെ ദൈവം. ദുഃഖിക്കുന്നവരെയും വേദനിക്കുന്നവരെയും അവൻ സ്നേഹിക്കുന്നു. നല്ല ആളുകൾക്ക് മാത്രമേ കൃഷ്ണനെ കാണാൻ കഴിയൂ. നീ നല്ലവളായിരിക്കും. അതിൽ പിന്നെ ദയ പാവപ്പെട്ടവരെയും പട്ടിണിക്കാരെയും കൂടുതൽ ശുശ്രൂഷിക്കാൻ തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞ് അവൾ വളർന്നു വലുതായി. കാട്ടിൽ പോകാൻ വയ്യാതെയുമായി. എന്നാലും എപ്പോഴും കൃഷ്ണനെ ഓർത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അമ്മ വീട്ടിലില്ലായിരുന്ന സമയത്ത് പടുകിഴവിയായ ഒരു രോഗിണി വീട്ടിൽ വന്നു. കുഞ്ഞെ വല്ലതും തരൂ എന്ന് യാചിച്ചു. ദയ ചൂടുവെള്ളം വെച്ച് കുഴമ്പ് പുരട്ടി അവരെ കുളിപ്പിച്ചു. ഭക്ഷണം കൊടുത്തു. അമ്മയുടെ ഒരു മുണ്ടിരുന്നതും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതേ എനിക്ക് തരാനുള്ളൂ അമ്മൂമ്മേ. ഞങ്ങൾ ദരിദ്രരാണ്. നാണയങ്ങൾ ഒന്നും ഇരിപ്പില്ല, ക്ഷമിക്കണം. പെട്ടെന്ന് വൃദ്ധ നിന്നിരുന്ന സ്ഥാനത്ത് മയിൽപ്പീലി ചൂടി വനമാലയും മഞ്ഞ വസ്ത്രവും അണിഞ്ഞ മനോഹരനായ ശ്രീകൃഷ്ണ ഭഗവാനെ കാണായി. ദേവൻ പറഞ്ഞു, മതി ദയ്യം മതി. ഇത്രയും കൊണ്ട് ഞാൻ തൃപ്തനായിരിക്കുന്നു. ദരിദ്ര ജനങ്ങളുടെ വായിലൊഴിക്കുന്ന കഞ്ഞിയാണ് പായസം നിവേദിക്കുന്നതിലും എനിക്ക് ഇഷ്ടം. അവരെ ഉടുപ്പിക്കുന്നതാണ് എന്റെ ഉടയാട. അവരെ ശുശ്രൂഷിച്ചാൽ ഞാൻ പ്രസന്നനാവും. ഈശ്വരനെ ഭൂമിയിൽ തന്നെ കാണാനും പൂജിക്കാനും ശ്രമിക്കൂ. ഞാൻ എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടാകും. ഈ കഥയിൽ നിന്ന് നാം എന്താണ് ഗ്രഹിക്കുന്നത്? അന്യരെ സ്നേഹിക്കുകയും സേവിക്കുകയും കഷ്ടപ്പെടുന്നവരെ കണ്ണീരൊപ്പുകയും ചെയ്യുക എന്നതാണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടമായ കാര്യം. പായസം നിവേദിക്കുന്നത് കൊണ്ട് മാത്രം ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഓക്കെ, അപ്പൊ പാഠം മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, വായിക്കാൻ പഠിക്കണേ. വായിച്ചിട്ടൊന്ന് ഇതിടണേ കേട്ടോ. ഷോൺ എല്ലാ ക്ലാസ്സിലും വായിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യാ? ബാക്കിയുള്ളവരെല്ലാം പോയി, ക്ലാസ്സിന് പോയതാണ്, നെറ്റിന്റെ ഒന്നല്ല. ഓക്കെ, വായിക്കാൻ പറയുമ്പം സ്ഥാനം ഔട്ടായി പോകുന്നതാണ്. വായിപ്പിച്ചക്കോന്ന് വിചാരിച്ചിട്ട് പോയവരെല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഇതിൽ 2 മിനിറ്റേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് പറയാൻ സമയമില്ല. അതിന്റെ ആക്ടിവിറ്റീസ് ആണ്. സൗരഭ്യം അറിയുന്നതാണ്, സുഗന്ധം അല്ലെ? സൗരഭ്യം, സുഗന്ധം. ദീനരക്ഷകൻ, ദീനന്മാരെ രക്ഷിക്കുന്നവൻ അല്ലെ? കിഴവി, വൃദ്ധ, അറിയില്ല കിഴവി. മൃദുലം, മാർദ്ദവമുള്ളത്. അയവിറക്കുക, തിന്നത് തികട്ടി വീണ്ടും ചവക്കുക. പശുക്കൾ ചെയ്യുന്നത് അതാണ് അയവിറക്കിക്കൊണ്ടിരിക്കേന്ന് പറഞ്ഞിട്ടില്ല, അതാ പറഞ്ഞത്. പശുക്കൾ എങ്ങനെയാണെന്നറിയോ? തിന്നത് ഇങ്ങനെ അയവിറക്കും, ചവച്ച് ചവച്ച് പിന്നെ അരക്കും. നമ്മളെ പോലെയല്ല. ആടും. ഓക്കെ, അപ്പൊ അവരാദ്യം എന്ത് ചെയ്യുന്നത്? എല്ലാം നിറച്ചവിടെ വെക്കും. പിന്നെയാണ് അതിങ്ങനെ അയവിറക്കി ദയിപ്പിക്കുക. നമ്മളങ്ങല്ല, നമ്മൾ തിന്നുന്ന സമയത്ത് തന്നെ അയവിറക്കും അല്ലേ? ചവച്ചരച്ചിട്ട് തന്നെ കഴിക്കും. ഓക്കെ, അപ്പൊ അതാണ് അയവിറക്കുക. തിന്നത് തികട്ടി വീണ്ടും ചവയ്ക്കുക. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ആക്ടിവിറ്റി പര്യായാണ്. ആട്. എന്തൊക്കെയാണ് പര്യായ പദം? അവിടെ തന്നിട്ടുണ്ട് നമുക്ക്.
അജം, അജം, മേഷം, ലംബകർണം. ലംബകർണം. നെക്സ്റ്റ് പശു, ഗോവ്, ഗോവ്, ധേനു, ധേനു, രോഹിണി. തേർഡ് വൺ എന്താണ്? വിഗ്രഹാർത്ഥം കണ്ടെത്താം അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാനാ ഇതിപ്പം പറഞ്ഞറിയാ, നോട്ട്ബുക്കിലേക്ക് രണ്ടാമത്തെ പാഠം ഇത് നിങ്ങളെ ആൻസർ ഷീറ്റ് ഞാൻ നോക്കാൻ കേട്ടോ, അതുകൊണ്ടാണ് മാർക്ക് ഇട്ട് തരാത്തെ. ഒരുപാട് ഇങ്ങനെ വന്നിട്ട് ഫോണിൽ എത്തിയതല്ല. ഇനിയിപ്പം ഒന്നുകൂടി അതെല്ലാം എടുത്തിട്ട് ഞാൻ ചെക്ക് ചെയ്ത് വരണത്ര. ഫോണില് ഗ്രൂപ്പായിട്ട് എന്നും സ്ഥലമില്ലാതെ ഇല്ല അവസ്ഥയിലായില്ലേ. അപ്പോ മൂന്നാമത്തെ എന്താണ്? വിഗ്രഹാർത്ഥം കണ്ടെത്താം. അപ്പം രണ്ടാമത്തെ പാഠത്തിന്റെ പേര് എഴുതി നിങ്ങൾ അർത്ഥം എഴുതി വെക്കണം, പര്യായ പദവും എഴുതി വെക്കണം. വിഗ്രഹാർത്ഥത്തിൽ ഇപ്പൊ രണ്ടെണ്ണം അതിലില്ല. ശരീര സൗന്ദര്യം, ശരീരത്തിന്റെ സൗന്ദര്യം. 1 മിനിറ്റേ ഉള്ളൂ. പറയുന്ന കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എന്താണ്, ആർക്കാണ് പറയാനുള്ളത്? ഫെയ്ത്ത് വന്നായിരുന്നു, പോയി. ഫെയ്ത്ത് ജസ്റ്റ് ഒന്ന് വന്ന് പ്രസന്റ് ഇട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളിപ്പൊ കണ്ടതല്ലേ ആ ഫെയ്ത്തേ? ഇല്ല, കണക്ട് ആവുന്നതേ ഉള്ളൂ ഓഡിയോ. ഗ്രാമക്ഷേത്രം, ഗ്രാമത്തിലെ ക്ഷേത്രാണ് കേട്ടാ, എഴുതിക്കോ, ഗ്രാമത്തിലെ ക്ഷേത്രം. നെക്സ്റ്റ് അരുവിക്കര, അരുവിയുടെ കര. അരുവി, തോട്, പുഴ എന്നാണ് അർത്ഥം. അരുവിയുടെ കര. സ്വഭാവ ഗുണം, സ്വഭാവത്തിന്റെ ഗുണം അല്ലെ? സ്വഭാവത്തിന്റെ ഗുണം. ഓക്കെ, അതുകൂടി അത്ര വരെ നിങ്ങൾ ടെക്സ്റ്റിലെ നോട്ടിലേക്ക് എഴുതി വെക്കണം കേട്ടോ.